ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് നമ്മുടെ പുതിയ RTS 300 അത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഷോറൂമിൽ വന്നിട്ടുണ്ട്. അടിപൊളിയാണ് ഇതിൻ്റെ പവർ. ആ ഒരു 13 bhp കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെ ഇട്ട് ഓടിക്കണം. ഐ വിഷ് ഓ ഷിറ്റ് പണി വാളി. ഓ ഷിറ്റായല്ലോ, വണ്ടി പോണില്ല. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അതർ വീഡിയോ. എല്ലാവർക്കും ഇതേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉള്ളത് നമ്മുടെ TVSന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എൻഡോർക്ക് 150 ആണ്. അതിനോ നമ്മൾ ഈ ഒരു പാർട്ടിയിൽ കുറച്ച് ലേറ്റ് ആണ്. ഓൾറെഡി ഇതിന്റെ വീഡിയോ ഒക്കെ ചവറോലോ ഇറങ്ങി, നമുക്ക് ഇപ്പോഴാണ് വണ്ടി കിട്ടിയത്. സോ ഇന്ന് ഈ ഒരു വണ്ടിയുടെ ഫുൾ വിശേഷം പറഞ്ഞുതരാം. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്, ഇതിന്റെ വേരിയന്റ്, ഇതിന്റെ വിശേഷങ്ങൾ കംപ്ലീറ്റ് ഇന്ന് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് തന്നെ ബിഗ് താങ്ക്സ് ടു നമ്മുടെ കൊച്ചിൻ TVS. അവരാണ് ഒരു വണ്ടി നമുക്ക് വേണ്ടി പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തന്നത്. ഇത് നമ്മുടെ ഇരിക്കുന്നത് ബേസ് വേരിയന്റ് ആണ്. നമുക്കിത് കൂടാണ്ട് തന്നെ ടോപ്പ് വേരിയന്റ് വേരിയന്റ് വരുന്നുണ്ട്. ആക്ച്വലി 2 വേരിയന്റ് ഉള്ളൂ. ടോപ്പ് വേരിയന്റ് ആകുമ്പോഴത്തേക്കും മെക്കാനിക്കൽ ഒരു ഡിഫറൻസും ഇല്ല. ആകെ വ്യത്യാസം ടോപ്പിന് നമുക്ക് TFT ഡിസ്പ്ലേ ആവും. അത് കൂടാണ്ട് സ്വിച്ച് ക്യൂബ് കുറച്ച് വ്യത്യാസമുണ്ട്. പ്ലസ് അതിന് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് കൂടുതലാണ്. സ്വിച്ച് ക്യൂബ് ഒക്കെ അതിന് കുറച്ചും കൂടി പ്രീമിയം സ്വിച്ച് ക്യൂബ് ആയിരിക്കും വരുന്നത്. നമ്മുടെ RTR 310 വരുന്ന സ്വിച്ച് ക്യൂബ് ഒക്കെ ഇല്ല, ആ ഒരു നാവിഗേഷൻ അതൊക്കെ ആയിരിക്കും അതിന് വരുന്നത്. അത് മാറ്റി കഴിഞ്ഞാൽ സ്പെക്ക് വൈസോ ഡിസൈൻ വൈസോ പെർഫോമൻസ് വൈസോ ഈസ് എക്സാക്ട്ലി ദ സെയിം. അത് ആദ്യമേ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നേക്കാം. വണ്ടിയെ പറ്റി എന്താ പറയുക, അത് ഞാൻ വിചാരിച്ചു ചളമാക്കി എന്താണ് ഈ കാണിച്ചു വെച്ചാണ്. ബട്ട് ഇൻ പേഴ്സൺ വന്ന് കാണാനുണ്ടല്ലോ ഒരു രക്ഷയില്ല. എന്തിന് ഈ ഒരു കളർ നിങ്ങൾ ഫോട്ടോ കാണുമ്പോൾ പലരും വിചാരിക്കുന്നത് എന്തിട്ട് കളറാണെന്നാണ് പലരും വിചാരിക്കുന്നത്. ബട്ട് നിങ്ങൾ നേരിട്ട് ഒന്ന് കണ്ടു നോക്കുക, അടിപൊളിയാണ് ഇത്. ഐ തിങ്ക് ദിസ് ഇസ് മോർ ക്ലീനർ ദാൻ ദി എൻഡോർക്ക് 125. മാർക്ക് മൈ വേർഡ്. അത് ഈ ഒരു ഹെഡിൻ്റെ അതുകൊണ്ടൊന്നുമല്ല. ഇൻ ടേംസ് ഓഫ് ഡിസൈൻ ഇറ്റ് ലുക്സ് വെരി ക്ലീൻ. ഐ ഡോണ്ട് നോ വൈ. മേ ബി അവർ സ്റ്റിക്കർ കുറച്ച് ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ട്, ശരിയാണ്, അതായിരിക്കും ആ ഒരു റീസൺ. അത് കൂടാണ്ട് തന്നെ ഈ ഒരു പാനലിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ആയാലും എവറിത്തിങ് ലുക്ക് ഭയങ്കര ക്ലീൻ ആണ്. ഒരുപാട് ഷാർപ്പ് കട്ടൊന്നുമില്ല. പിന്നെ അതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു സൈഡ് പാനലാണ്. കുറച്ചുകൂടി ലാർജ് ആണ് കമ്പയർഡ് ടു എൻഡോർക്ക് 125. എൻഡോർക്ക് 125 പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദിസ് ഈസ് ബേസിക്കലി എൻഡോർക്ക് 125 തന്നെയാണ്. സെയിം ഷാസി, സെയിം 12 ഇഞ്ച് വീൽ, സെയിം വീൽ ബേസ്. ഈവൻ വെയിറ്റ് പോലും കുറെ ചെറിയ വ്യത്യാസമുള്ളൂ. ഈവൻ എഞ്ചിൻ വരെ അതിന് ഹെവിലി ബേസ്ഡ് ആണ്. സോ നമുക്ക് ആ ഒരു ഹാർട്ട് ഓഫ് ദി മാറ്ററിൽ തന്നെ തുടങ്ങാം. ആ ഒരു 125cc 3 വാൽവ് എഞ്ചിൻ അവർ ബോറപ്പും ചെയ്തു, സ്ട്രോക്കപ്പും ചെയ്തു. അങ്ങനെ 150cc ആക്കി. പവർ നല്ല ഇൻക്രിമെന്റ് ഉണ്ട്. ഇപ്പോൾ എൻഡോർക്ക് XP കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, എൻഡോർക്കിന് സ്റ്റാൻഡേർഡ് ഉണ്ട്, റേസ് ഉണ്ട്, റേസ് XP ഉണ്ട്. സ്റ്റാൻഡേർഡിനും റേസിനും 9.5 bhp ആണ്. റേസ് SPക്ക് വരുമ്പോഴത്തേക്കും 10.2 ആവും. സോ റേസ് XP വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് 13.2 PS പവറായിട്ട് കൂടിയിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ ടോർക്കിൽ നല്ല ബമ്പുണ്ട്. നമ്മുടെ റേസ് XPയിലെ അതിന് 11.5 ആണ് ടോർക്ക് വന്നിട്ടുള്ളത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് 14.2 ടോർക്ക് വരുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുക, ഞാൻ ഈ പറഞ്ഞ 13.2 14.2 എന്ന് പറഞ്ഞത് ഐഗോ ബൂസ്റ്റ് ഇൻക്ലൂഡർ ആണ്. യെസ്, അനദർ കൺഫ്യൂഷൻ. എന്താണ് ഐഗോ ബൂസ്റ്റ്? ഐഗോ ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡ് ടെക്നോളജിയാണ്. ഞാൻ പ്രീവിയസ്ലി റെയിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ആ ഒരു ഹൈബ്രിഡ് ടെക് സ്കൂട്ടറിൽ വർക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. സോ ബേസിക്കലി നിങ്ങൾക്കറിയാം, വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു സ്റ്റാർട്ടർ മോട്ടർ ഉണ്ട്. ചെറിയ ഫ്ലൈ വീൽ വലിയ ആ ഒരു ക്രാങ്കിന്റെ ഫ്ലൈ വീലിനെ കറക്കിയിട്ടാണ് അത് വണ്ടി അനുസരിച്ച് മാറും കേട്ടോ. ഞാൻ ജസ്റ്റ് ബേസിക് പറഞ്ഞിരുന്നുള്ളൂ. ആ ഒരു മെക്കാനിക്, അതായത് ബാറ്ററിന് പവർ എടുത്ത് സ്റ്റാർട്ടർ ആ ഒരു ക്രാങ്കിനെ ജീവൻ വെപ്പിച്ചു കൊണ്ടുവരികയാണ്, അങ്ങനെയാണെങ്കിൽ പറയാം. അപ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടർ മോട്ടറിൽ അത് കുറച്ച് വലുതാക്കി സ്റ്റാർട്ടർ പ്ലസ് ഒരു SMG, ഒരു സ്മാർട്ട് മോട്ടർ ജനറേറ്റർ ആണ് യമഹ വിളിക്കുന്നത്. ഇവർ ഐഗോ ബൂസ്റ്റ് എന്ന് വിളിക്കുന്ന സെപ്പറേറ്റ് ഒരു ജനറേറ്റർ ഇവിടെ ക്രാങ്കിലേക്ക് ഇങ്ങോട്ട് വെച്ച്. സോ പവർ വേണ്ടപ്പോൾ ഇത് ചെറിയൊരു പുഷ് കൊടുക്കും. പുഷ് കൊടുക്കണമെങ്കിൽ ഇതിന് പവർ വേണമല്ലോ. ഈ ഒരു ക്രാങ്ക് തിരിക്കണമെങ്കിൽ ഇത് ബാറ്ററിയിൽ നിന്ന് വലിക്കും. സോ ബാറ്ററിയിൽ നിന്ന് പവർ ഡ്രോ ചെയ്തിട്ട് ഈ ഒരു ക്രാങ്കിലിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ബോർഡ് ജനറേറ്റർ ബൂസ്റ്റ് കൊടുക്കും. ശ്രദ്ധിക്കുക, ഈ ബൂസ്റ്റ് എപ്പോഴും അവൈലബിൾ അല്ല. ഈ ഒരു വണ്ടിയിൽ നമുക്ക് ആക്ച്വലി സ്ട്രീറ്റ് എന്നും റേസ് എന്നും പറഞ്ഞിട്ട് 2 മോഡ് വരുന്നുണ്ട്. റേസ് മോഡിൽ മാത്രമേ നമുക്ക് ഐഗോ അസിസ്റ്റ് വർക്ക് ആവുള്ളൂ. യെസ്, സ്ട്രീറ്റ് മോഡിൽ നമുക്ക് ഐഗോ അസിസ്റ്റ് ഉണ്ടാവില്ല. അതിനർത്ഥം പവറും ടോർക്കും കുറവായിരിക്കും. സ്ട്രീറ്റ് മോഡിൽ വണ്ടിക്ക് 10.2 bhp, ടോർക്ക് ഏകദേശം 11.something. അതായത് നമ്മുടെ റേസ് XPയിലെ എൻഡോർക്ക് 125 റേസ് XP അതിന്റെ പവർ ഫിഗേഴ്സിലേക്ക് ആവും ഇത് സ്ട്രീറ്റ് മോഡിൽ. ഐഗോ അസിസ്റ്റ് വരുന്നത് റേസ് മോഡിലാണ്. 13.2 bhp, ഒരു 14.1 Nm ടോർക്കും നമ്മുടെ റേസ് മോഡിലാണ് വരുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ഐഗോ അസിസ്റ്റ് എവറി ടൈം, അതായത് വണ്ടി എടുക്കുമ്പോൾ തൊട്ട് വണ്ടി തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നവരെ ഓണായിരിക്കും. അല്ല, ഐഗോ അസിസ്റ്റ് ആകെ 2 തവണ നമുക്ക് കിട്ടുള്ളൂ. ഇതിന് 2 മിനിറ്റ് റീചാർജ് ചെയ്യാൻ വേണം. യെസ്, യു ഹേർഡ് ഇറ്റ്. ഇത് റീചാർജ് ചെയ്യാൻ 2 മിനിറ്റ്. നിങ്ങൾ ഒറ്റയടിക്ക് ഇങ്ങനെ തിരിക്കുമ്പോഴത്തേക്കും 2 തവണ കിട്ടും. പിന്നെ ഒരു 2 മിനിറ്റ് ഒരു ഇന്റർവൽ എടുക്കും അതിനൊന്ന് റീചാർജ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ ഒരു ഐഗോ അസിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഐഗോ അസിസ്റ്റ് നമുക്ക് റൈഡർ 125ലും പിന്നെ ഒരു വണ്ടി ഉണ്ടല്ലോ, ജുപ്പിറ്റർ 125ലും ടോപ്പ് സ്പെക്കിൽ അവൈലബിൾ
അവൈലബിൾ ആണ്. ഐ തിങ്ക് ഞാൻ എഞ്ചിൻ വൈസ് കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് എഞ്ചിൻ്റെ കഥ. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഒരു ഷാസി ഇതിനകത്ത് സെയിം ആക്കി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാസി കുറച്ച് റീഇൻഫോഴ്സ്ഡ് ആണ്. നമ്മുടെ റൈസ് XP 125 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വെറും 3 കിലോ വണ്ടി കൂടുതലുള്ളൂ. യെസ്, അത് തന്നെയാണ് മെയിൻ ഐഡിയ. എൻഡോർക്ക് എന്ന സിലോയിറ്റ് ഉണ്ടല്ലോ, സിലോയിറ്റിൽ നിന്ന് ഒരുപാട് മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പ്രൈസ് കൂടാണ്ടിരിക്കാനും വെയിറ്റ് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ ഒരു സെയിം ഷാസി യൂസ് ചെയ്തത്. സോ അവർക്ക് ഒരുപാട് കോസ്റ്റ് അവിടെ സേവ് ചെയ്യാൻ പറ്റി. കൂടി ആ ഒരു എൻഡോർക്കിന്റെ ക്യാരക്ടർ കളയാതെ തന്നെ വേണ്ടിയായിരിക്കാം ആ ഒരു ഷാസി അവർ കീപ്പ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ വീൽ ബേസ് ഒക്കെ സെയിം ആണ്. നിങ്ങൾ ഇതും 125 കൂടി അടുത്തിട്ട് കഴിഞ്ഞാൽ സെയിം നീട്ടമായിരിക്കും. പിന്നെ എന്താണ് വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ബോഡി വർക്ക് കംപ്ലീറ്റ് വ്യത്യാസമുണ്ട്. ഞാൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. നിങ്ങൾ ഫ്രണ്ടിൽ ഇപ്പോൾ കാണാൻ പറ്റും ലാർജർ ആയിട്ടുള്ള ഒരു പാനലാണ് വരുന്നത്. ദിസ് ഇസ് മച്ച് ലാർജർ. എൻഡോർക്ക് ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒതുങ്ങിപ്പോവും, മെലിഞ്ഞു പോവും. ഇതങ്ങനെയല്ല, ഇത് കുറച്ചുകൂടി വൈഡർ ആണ്. ലുക്സ് വെരി ബിഗ് ആൻഡ് പറയണം ഒരു രക്ഷയില്ല മോനെ. ഇത് നമ്മൾ RC അല്ലെങ്കിൽ RS 200 പോലത്തെ വലിയ പ്രൊജക്റ്റൊന്നുമല്ല, കുറച്ച് കുട്ടിയാണിത്. ഇത്രേ ഉള്ളൂ. സോ കുട്ടി പ്രൊജക്റ്റാണ്, നമ്മുടെ 8 കണ്ണൊക്കെ പോലെയുണ്ട്. ഇത് 2 ഹൈ ബീമും ഇത് ലോ ബീമാണെന്നാണ് എനിക്ക് തോന്നണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റേറ്റ് 4 കത്തിച്ചിട്ട് ഓടിക്കാനായിട്ട് പറ്റും. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള DRL പ്ലസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ സൈഡിൽ ഒരു വിങ് കൊടുത്തിട്ടുണ്ട്. ഒരു നമ്മൾ ഹൈ എൻഡ് ബൈക്സിലൊക്കെ കണ്ടിരുന്ന പോലത്തെ ഒരു വിങ്. ഇവർ പറയുന്നത് പെർഫോമൻസിന് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. എനിക്ക് അത്ര വിശ്വാസമില്ല, നിങ്ങളിത് വെറും ആസ്തറ്റിക് ആയിട്ട് എടുത്താൽ മതി. ഈ ഒരു സൈഡ് കുറച്ച് വ്യത്യാസമുണ്ട്. ദിസ് ഇസ് മച്ച് ലാർജർ ദാൻ ദി എൻഡോർക്ക് 125. കുറച്ചും കൂടി വലിയൊരു പാനലാണ്. സോ വിഷ്വലി ഫ്രണ്ടിൽ നിന്ന് കുറച്ചും കൂടി ഒരു വലിപ്പം തോന്നിക്കുന്നുണ്ട്. പിന്നെ അവർ ആ ഫ്രണ്ട് ഫെൻഡർ റീവർക്ക് ചെയ്തു, അത് ഷോർട്ട് ചെയ്ത് കുറച്ചും കൂടി സ്പോർട്ടിയർ ആയിട്ടുള്ള ഫെൻഡർ ആക്കിയിട്ടുണ്ട്. പിന്നെ കാണാൻ പറ്റും ആ ഒരു 12 ഇഞ്ചിന്റെ വീല്. യെസ്, അതിനോ ഒരുപാട് പേരെ പിസ് ഓഫ് ചെയ്തൊരു കാര്യമാണ് ഈ ഒരു 12 ഇഞ്ച് വീൽ എന്ന് പറയുന്നത്. ബട്ട് ഞാൻ ആദ്യം പറഞ്ഞു ദിസ് ഇസ് ഹെവിലി ബേസ്ഡ് ഓൺ എൻഡോർക്ക് 125. സോ വാട്ട് യു എക്സ്പെക്ട്. ഇത് സെയിം ആ ഒരു 12 ഇഞ്ച് വീൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഒരു 90 സെക്ഷൻ ടയറും ബാക്കിൽ ഒരു 110 സെക്ഷൻ ടയറും. ബാക്കിൽ ശ്രദ്ധിക്കുക, ബാക്കിലും 12 ഇഞ്ച് വീൽസ് ആണ്. ചിലവരുണ്ട് ഫ്രണ്ടിൽ 12 കൊടുത്തിട്ട് ബാക്കിൽ 10 കൊടുക്കുന്നവരുണ്ട്. അവരെ പേര് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാണാം. ഐ തിങ്ക് ഇറ്റ്സ് 200mm സംതിങ് ഡിസ്ക് ആണെന്ന് തോന്നുന്നു വിത്ത് സിംഗിൾ ചാനൽ ABS. യെസ്, യു ഹേർഡ് ഇറ്റ്. ഇതിന് സിംഗിൾ ചാനൽ ABS ഉണ്ട്. ഇവരതിനെ സൂപ്പർ മോട്ടോ ABS ഫാൻസി ആയിട്ട് വിളിക്കുന്നു. ഒരു ടെലസ്കോപ്പി ഫോർക്ക് കാണാനായിട്ട് പറ്റും. സൈഡിലേക്ക് വരുവാണെങ്കിൽ ഫ്ലോർ ബോർഡ്സ് ആക്ച്വലി ഡീസെന്റ്, വലിയ തിരക്കേടില്ല. ഐ തിങ്ക് റെയിനിലും കുറച്ചും കൂടി വലുതാണ്. കാരണം ഈ പാനൽ കുറച്ചും കൂടി സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇവിടെ കുറച്ചും കൂടി സ്പേസ് ഉള്ളവരെ തോന്നുന്നുണ്ട്. പിന്നെ ഇതാണ് കീ അവസ്ഥ. നമുക്ക് ഇതിനകത്ത് കീലെസ് എൻട്രി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഫ്യൂലിറ്റ് ആക്ച്വലി തുറക്കുന്നത് റൈറ്റിലേക്കാണ്. പ്രസ് ചെയ്തിട്ട് കണ്ടോ, റൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക, അതാണ് ഫ്യൂവലിറ്റ് തുറക്കണേ. നമ്മൾ ലെഫ്റ്റിലേക്ക് നിൽക്കുകയാണെങ്കിൽ സീറ്റ് വരും. പ്രസ് ചെയ്ത് റൈറ്റിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഫ്യൂവലിറ്റ് തുറക്കാൻ പറ്റും. പിന്നെ സീറ്റ്സ് ആർ വെരി ഗുഡ്, നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ എൻഡോർക്കിൻ്റെ 125 സെയിം സീറ്റാണ്. ഇവിടെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, റിയലി നൈസ്. ഐ തിങ്ക് ദിസ് ഇസ് ആക്ച്വലി ഒരു സീറ്റ് കവർ ആണെന്ന് തോന്നുന്നു, ആക്സസറി ആണെന്ന് തോന്നുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഫുഡ് പെക്സ് കാണാം. ഐ തിങ്ക് ദിസ് ഇസ് സെയിം ആസ് ദി എൻഡോർക്ക് 125 തോന്നുന്നു. പിന്നെ ഒരു ബ്ലൂ പാനൽ വരുന്നുണ്ട്, റിയലി നൈസ്. പിന്നെ ഒരു ഗ്രാബറിൽ കാണാം, നമ്മൾ ബൈക്സിലൊക്കെ കണ്ടിരുന്നില്ലേ അതുപോലത്തെ ഗ്രാബറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ എഞ്ചിൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഇറ്റ് ഈസ് ആക്ച്വലി മേറ്റഡ് ടു CVT. പിന്നെ ഈ ഒരു എക്സോസ് അവർ കംപ്ലീറ്റ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട് വരുന്ന നല്ല രസമാണ്. ഇത് നോക്കി, ഇവിടെ ഒരു മെറ്റൽ പ്ലേറ്റിൽ ഇത് ഇങ്ങനെ ചെത്തി വെച്ചേക്കുന്ന പോലെയാണ് എൻ്റെ ഔട്ട് വരുന്നത്. നല്ല എക്സോസ് നോട്ടാണ് കേട്ടോ, നല്ല രസമാണ് കേൾക്കാനായിട്ട്. ഇവിടെ ഒരു കവർ കൊടുത്തായിരുന്നെങ്കിൽ ബെറ്റർ ആയതിനെ. കാരണം ഇത് നോക്കി ഒരുപാട് എക്സ്പോസ്ഡ് ആണ്. ഇതൊക്കെ എനിക്ക് വേണമെങ്കിൽ വലിച്ച് കീറാനായിട്ട് പറ്റും. കീറണമെന്നല്ല, പറ്റുമെന്ന് പറഞ്ഞുള്ളൂ. പിന്നെ ബാക്കിൽ ഞാൻ പറഞ്ഞു, ബാക്കിലും 12 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് വരുന്നത്. 110 സെക്ഷൻ ടയർ. TVS ടയേഴ്സ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ബാക്കി TVS ടയറാണ്. പിന്നെ ബാക്കിലും ചെറിയ റിവിഷൻ ഉണ്ട്. ബാക്കിൽ നമുക്കിപ്പോൾ LED ടേൺ സിഗ്നൽസ് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റോക്ക് ചെയ്ത് ബേസ് ആണ് അതുകൊണ്ട് ആലോചിക്കുന്നത്. LED ടേൺ സിഗ്നൽസ് ആൻഡ് ടെയിൽ ലൈറ്റ് റിവൈസ് ചെയ്തു. പറഞ്ഞല്ലോ, മച്ച് ഗുഡ് ലുക്കിംഗ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. സെൻട്രൽ സ്റ്റാൻഡ് കാണാം. സീറ്റ് തുറന്ന് കാണിച്ചു തരാം. 22 ലിറ്റർ കപ്പാസിറ്റി എന്നാണ് പറയുന്നത്, വിച്ച് ഇസ് കുഴപ്പമില്ല. നമ്മുടെ റേയില്ലേ അതിൻ്റെയൊക്കെ പോലെ ഉണ്ട്. ആ ഒരു സെയിം ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. നമുക്കിവിടെ USB ചാർജർ കാണാം. ബട്ട് ഇവിടെ ഓൺ ബോർഡ് ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അത് എക്സ്പെക്റ്റഡ് ആണ്, കാരണം നമ്മൾ കീ തിരിച്ചിട്ടാണല്ലോ തിരിക്കണം. അപ്പോൾ എങ്ങനെ ലൈറ്റ് എത്തുന്നത് മണ്ടൻ. പിന്നെ ഇവിടെ കുറേ ഹോൾട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം പോകാനായിട്ട്, നീറ്റ്. പിന്നെ ഷാസി നമ്പർ ഇവിടെ കാണാം, റിയലി നൈസ്. പിന്നെ OBD ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എക്സ്റ്റേണൽ വെച്ചേക്കുന്നത്. മാൻ, ഫസ്റ്റ് തന്നെ പറയട്ടെ, ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഒരു USP എന്ന് പറയുന്നത് ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ ആണ് കേട്ടോ. നോക്കിയേ, എൻ്റെ ഹാൻഡിൽ ഇരിക്കുന്നു നോക്കി, കുറച്ചും കൂടി സ്ട്രൈറ്റ് ആണ് കമ്പയർഡ് ടു ടിപ്പിക്കൽ സ്കൂട്ടർ. ആൻഡ് ദിസ് ഹാൻഡിൽ ഇസ് മച്ച് വൈഡർ. ഇത് ശരിക്കും ബൈക്കിലിരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നോക്കി, ഒരു ഹാൻഡിൽ വെച്ചിട്ട് ഒരു N250 ഹാൻഡിൽ മറിച്ച് വെച്ചാൽ പൾസറിൻ്റെ അതുപോലെ ഉണ്ട്. ഒരു സെൻസ് ഓഫ് ഫ്രീഡം. വെയിറ്റ് ഇവിടെ ഒരു ടിപ്പിക്കൽ കൗളില്ലാത്തതുകൊണ്ട് തന്നെ ഒരു എന്തോ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. ബട്ട് അവർ നീറ്റ്ലി ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലച്ച് ലിവറും റിയർ ബ്രേക്ക് ലിവറും ഫ്രണ്ട് ബ്രേക്ക് ലിവറും നോക്കിയാൽ മനസ്സിലാവും 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. പാർക്കിംഗ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല. അതെ, പാർക്കിംഗ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. ഇവിടെ പാർക്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് കൊടുത്തൊക്കെ പാസ്, ഹൈ ബീം, ലോ ബീം, ഇൻഫോ, ഇൻഡിക്കേറ്റർ, ഹോണ്, എൻജിൻ ഗിൽ സ്വിച്ച്, പിന്നെ മോഡ് ബട്ടൺ. ഞാൻ പറഞ്ഞു നമുക്ക് സ്ട്രീറ്റും വരുന്നുണ്ട്, റേസും വരുന്നുണ്ട്. ഇത് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് കാണുമെന്ന് അറിയില്ല. അതെ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, മോഡ് സെറ്റ്. ഇവിടെയാണ് നമ്മൾ മാറ്റുന്നത്. ഇനി ഞാൻ ഇത് ഓണായി കാണിച്ചു തരാവേ. നമുക്കിവിടെ പാർട്ട് ഡിജിറ്റൽ, പാർട്ട് അനലോഗ് കൺസോളാണ്. ഇവിടെ ഒരു
ഡിജിറ്റൽ കൺസോൾ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ TFT പോലത്തെ TFT അല്ല LCD മീറ്ററും കൊടുത്തിട്ടുണ്ട്. വെൽക്കം റൈഡറോ നോക്കുകയാണെങ്കിൽ സ്പീഡോ കാണിക്കും, ഓഡോ കാണിക്കും, ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്റർ ഫുൾ ടാങ്കാ. പിന്നെ ട്രിപ്പ് എ, പിന്നെ നമ്മളിവിടെ സെറ്റിൽ മാറ്റുവാണെങ്കിൽ ഒന്നും മാറിയില്ല ബിക്കോസ് ഇല്ലല്ലോ. മോഡ് മാറ്റുവാണെങ്കിൽ ട്രിപ്പ് ബി, ട്രിപ്പ് എ, ഇത്രേ ഉള്ളൂ. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു RPM മീറ്റർ കാണാം. വെരി നൈസ്. നമുക്കിവിടെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉണ്ട്. അതായത് വണ്ടി നമുക്കിപ്പോൾ ഇതുണ്ടോ സ്റ്റാർട്ടാവില്ല ബിക്കോസ് സൈഡ് സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ. നമുക്ക് പിന്നെ എന്താ, നമുക്കിവിടെ റേസ് മോഡിലേക്ക് ഇടണമെങ്കിൽ ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ റേസ് മോഡിലേക്കായി. നമുക്കിവിടെ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ABS കത്തിരിക്കുന്നുണ്ട്. നമുക്ക് വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് റേസ് മോഡ് ഇടുമ്പോഴത്തേക്ക് ഇവിടെ ലാപ്പ് ടൈമർ വരുന്നുണ്ട്. ബ്രേക്കുവാണെങ്കിൽ കണ്ടോ ലാസ്റ്റ് ടോപ്പ് സ്പീഡ് എത്രയെന്ന് കാണിക്കും. ഫാസ്റ്റസ്റ്റ് ലാപ്പ് ഇവിടെ കാണാനായിട്ട് പറ്റും. ബെസ്റ്റ് ലാപ്പ് കാണാം. വാവ്, റിയലി ഇൻഫോർമേറ്റീവ് ഗൈസ്. ടോപ്പ് സ്പീഡ് 75. സോ റേസ് മോഡ് ഇട്ടാലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇത് മാറ്റി സ്ട്രീറ്റ് മോഡ് കാണിച്ചു തരാം. കണ്ടോ സ്ട്രീറ്റ് മോഡായി. യു ഹാവ് ടു ലോങ് പ്രസ്. സ്ട്രീറ്റ് മോഡിൽ ഒന്നും ഒരു സാധനവും കാണാനില്ല. യു ഹാവ് ടു ഗോ ടു ദി റേസ് മോഡ് ഫോർ ഓൾ കൈൻഡ് ഓഫ് ഫീച്ചേഴ്സ്. സോ ഇത് കൂടാണ്ട് നമുക്ക് TVSൻ്റെ സ്മാർട്ട് ടെക്സ് കണക്ട് വെച്ചിട്ട് അല്ലറ ചില്ലറ കണക്ഷൻ അതിൽ വരുന്നുണ്ട്. വണ്ടിയുടെ ഒരുപാട് ഫീച്ചറുണ്ട്, ഞാൻ പറഞ്ഞാൽ തീരില്ല. ഐ തിങ്ക് ഒരു സെപ്പറേറ്റ് 10 മിനിറ്റ് വീഡിയോ അതിന് തന്നെ വേണം. നമ്മുടെ 5 ഇഞ്ച് TFT മുകളിലേ എനിക്ക് തോന്നുന്നു 10-50 തരം ഫീച്ചർ ഉണ്ട്. ലൈക്ക് പാനിക് ബ്രേക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ പാനിക്കായിട്ട് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ 4 സൈഡ് ഇൻഡിക്കേറ്റർ കത്തിക്കില്ലേ, അത് അതിനുണ്ട്. പിന്നെ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചർ ഉണ്ട്. ജിയോ ഫെൻസിങ്, അത് ഇത്, പിന്നെ ഓവർ ദി എയർ OT അപ്ഡേറ്റ് ഒക്കെ കിട്ടും. അങ്ങനെ ചവർ പോലെ ഫീച്ചേഴ്സാണ്. അങ്ങനെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ അതെടുക്കുക. അല്ലാത്ത പക്ഷേ ഞാൻ പറഞ്ഞില്ല, പ്യുവർ പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് മോർ ദാൻ ഇനഫ് സഫീഷ്യൻ്റ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതിനുള്ള എല്ലാം ഇതിനുണ്ട്, ഫീച്ചർ മാത്രമേ ഇല്ലാത്തേ ഉള്ളൂ. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഇതിന് ആക്ച്വലി നമുക്ക് കൊച്ചിയിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത്, അതായത് നമ്മുടെ ഇരിക്കുന്ന ബേസാണ്. ഈ ഒരു ബേസിന് നമുക്ക് കൊച്ചിയിൽ വരുന്നത് 1,38,000 രൂപയാണ് കൊച്ചിയിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്ക് ആ ടോപ്പില്ലേ 5 ഇഞ്ച് TFT അതിന് 1,48,000. യെസ്, 10,000 രൂപ അധികം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു TFT ഡിസ്പ്ലേ, ബെറ്റർ സ്വിച്ച് ട്യൂബ് ആൻഡ് കുറച്ചും കൂടി അഡീഷണൽ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. ഇതെങ്ങനെയുള്ള എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റേസ് XP ഓൾറെഡി കൺസിഡർ ചെയ്യുന്നവരാണെങ്കിൽ ഇതിനകത്തേക്ക് വരാം, ഈ ബേസിലേക്ക് വരാം. കാരണം റേസ് XPക്ക് 1,20,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സോ 1,20,000, 1,38,000, ഒരു 15,000 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കിട്ടും. ഞാൻ പറഞ്ഞു ഇതിൻ്റെ സ്ട്രീറ്റ് മോഡ് നമ്മുടെ റേസ് XPയുടെ എക്സാക്ട് സെയിം സ്പെക്കാണ്. സോ നിങ്ങൾ മൈലേജ് കൺസേൺ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ റേസ് XPയുടെ സെയിം സ്പെക്ക് പവർ ഫിഗേഴ്സ് ആണ് ഈ 150യുടെ സ്ട്രീറ്റ് മോഡിൽ വരുന്നത്. സോ എനിക്ക് തോന്നുന്നു അതൊരു നല്ല ജമ്പാണ്. 125 XP എടുക്കുന്നവർക്ക് ഈ ഒരു വണ്ടി ഐ തിങ്ക് ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ഓപ്ഷൻ, നോ ബ്രെയിൻ എന്നൊക്കെ പറയില്ലേ. 15,000 രൂപ വേർത്താണെന്ന് ഞാൻ പറയുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതൊന്നുമല്ല, സിംഗിൾ ചാനൽ ABS ഉണ്ട്, അത് ശ്രദ്ധിക്കുക. അതാണ് ഞാൻ പറയാൻ കാര്യം. ഇതിനകത്തേക്ക് ജമ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൽ നിന്ന് മറ്റേതിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫീച്ചർ TFT ഡിസ്പ്ലേ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തള്ളണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് വരാം. അല്ലാത്ത പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഫോർ മീ ദിസ് ഇസ് മോർ ദാൻ ഇനഫ് ഞാൻ പറയുള്ളൂ. നമുക്ക് ഈ വണ്ടിക്ക് 3 കളേഴ്സ് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് ഒരു ബ്ലാക്ക് ഞാൻ കളേഴ്സ് ഇട്ട് കാണിച്ചു തരാം. രണ്ടും കൂടി 2 കളർ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു വൈറ്റ് കളറും വേറെന്ത് കളറും മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഒരു ഫ്ലൂറസൻ കളർ, യെസ് ഫ്ലൂറസൻ കളർ നമുക്ക് ടോപ്പിന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം, നിങ്ങളത് റെഫർ ചെയ്യുക. ലുക്ക് അറ്റ് ദാറ്റ്, വെരി ഗുഡ്, വെരി ബ്യൂട്ടിഫുൾ. ഓ, നമുക്കിവിടെ ഹുക്ക് വരുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, വെരി നൈസ്ലി ഇൻറ്റഗ്രേറ്റഡ്. എന്ത് നീറ്റായിട്ട് അവർ ചെയ്തേക്കുന്നതൊക്കെ. ഗായ്സ്, ഞാൻ ഇതിൽ കയറി നിന്നിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 അടുത്താണ്. കൂടിയോ കുറഞ്ഞോ ആർക്കറിയാം. സോ ഇതാണ് ഞാൻ കയറി നിന്നിട്ടുള്ള വ്യൂ. സീറ്റ് ഹൈറ്റ് കുറവാണ്, സെയിം ആസ് എൻഡോർക്ക് 125. ഓക്കെ, ഇതാണ് ഞാൻ കയറുന്നുള്ള അവസ്ഥ. ഹാൻഡിൽ ബാർ നോക്കി, അത്യാവശ്യം വൈഡാണ്, അത്യാവശ്യം അപ്രൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നത് കണ്ടോ. പിന്നെ കാല് ഏറ്റിച്ചിട്ടുള്ള അവസ്ഥ ഇതാണ്. അത്യാവശ്യം ഫ്ലോർ റോഡ് സ്പേസ് ഒക്കെ ഉണ്ട്, വലിയ തിരക്കേടൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. എൻഡോർക്ക് 125 ഒരു 3 കിലോ കൂടുതലുള്ളൂ. അത് നല്ല ബെനിഫിഷ്യലാണ്. നമ്മൾ എസ്പെഷ്യലി ഇങ്ങനെ ഉന്തി തള്ളുമ്പോഴൊക്കെ ഇങ്ങനെ കണ്ടോ. പാസ്, ദിസ് ഇസ് ഹൈ ബീം ആൻഡ് ദിസ് ഇസ് ലോ ബീം. ഓ, ഇതെന്ത് രസമെന്ന് അറിയോ, ഇതിങ്ങനെ അയച്ചിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട്. എക്സോസിനോട് കേൾപ്പിച്ചു തരാം. അപ്പോൾ അതായിരുന്നു നമ്മുടെ എൻഡോർക്കിൻ്റെ 150യുടെ വിശേഷം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ കൊച്ചിയിലുള്ള കൊച്ചിൻ ഡിവിഷനെ കോൺടാക്റ്റ് ചെയ്യുക. ഓ ഷിറ്റ്, പണി വാളി.
ഓ ഷിറ്റായല്ലോ, വണ്ടി പോണില്ല. പെട്രോൾ തീർന്നു ഗായ്സ്. ഇനി ഷോറൂമിൽ വിളിച്ചിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് RTX 300 കാണിച്ചു തരാം. ബ്രോ എൻ്റെ ലിഡ് ശരിക്കും എങ്ങനെ തുറക്കണേ? ഫ്യൂൽ ലിഡ് എങ്ങനെ തുറക്കണേ ശരിക്കും? ഓ റൈറ്റിലേക്കാണല്ലേ? ഓ ഓ ഓ അല്ല, ഓ സെൻറ്റർ സ്റ്റാൻഡ് അല്ലേ? ആ സൗണ്ട് മാറി. നമ്മുടെ ഫ്രണ്ടിൽ മറ്റേ കളറാണ് കേട്ടോ, ആ ഒരു റെഡ് കളർ പോകുന്നുണ്ട്. മിററില്ലാത്തതുകൊണ്ട് നല്ല രസമാണ്, ബൈക്ക് ഓടിക്കുന്ന പോലെ ഉണ്ട് ശരിക്കും. മാൻ നല്ല പവർ ഉണ്ട് വണ്ടിക്ക്. മോഡ് മാറ്റാൻ പറ്റും നോട്ടെ. യെസ്, റേസ് മോഡായി. നല്ല പവർ ഉണ്ട് വണ്ടിക്ക്. ആ ഒരു 4000 RPM കഴിയുമ്പോൾ നോക്കി ചാടർ നോക്കി. മാൻ വെരി ഗുഡ്. എൻഡോർക്കിലും പവർ ഉണ്ട്, സീരിയസ്ലി നല്ല പവർ ഉണ്ട്, നല്ല റിഫൈൻഡ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ RTX 300 കേട്ടോ. അധികം ഷോറൂമിൽ എത്തിയിട്ടില്ല. കൊച്ചിൻ TVS ഇസ് വൺ ഓഫ് ദ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ആണെന്ന് തോന്നുന്നു. ഇവരാണ് ആദ്യമായിട്ട് റിസീവ് ചെയ്യുന്നത്. ഫുൾ ഡിസ്പ്ലേ മോഡലുണ്ട്. ഐ തിങ്ക് ഇതാ ഒരു ബേസ് കളറാണെന്ന് തോന്നുന്നു. നമുക്കിത് കൂടാണ്ട് 2 വേരിയൻറ്റ് വരുന്നുണ്ട്. എല്ലാം കളർ വൈസ് വ്യത്യാസമുള്ളൂ. BTO എന്നൊക്കെ പറഞ്ഞിട്ട് കളർ വൈസ് വ്യത്യാസമുണ്ട്. നമുക്ക് ബേസിന് 248 ഓൺ റോഡ് വരുന്നത്. ഓ നല്ല രസമുണ്ടുള്ളതൊക്കെയാണ്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മിഡ് ആകുമ്പോൾ 280 ആൻഡ് ടോപ്പിന് 37 വരും. ടോപ്പിനും മിഡിനും എന്തോ ഈ അടുത്ത് പ്രൈസ് ആയി വന്നായിരുന്നു. യെസ്, അവർ അനൗൺസ് ചെയ്ത പ്രൈസ് അല്ല, ടോപ്പിനും മിഡിനും പ്രൈസ് ചേഞ്ച് വന്നിട്ടുണ്ട്. ആ പുതിയ എഞ്ചിനാണ് RTX 300 എന്ന് പറഞ്ഞിട്ട് TVSൻ്റെ ഓൺ എഞ്ചിൻ. അറൌണ്ട് 36 ഹോഴ്സ് പവർ ഐ തിങ്ക് ആൻഡ് 29 സംതിങ് ഓൺ ടോർക്ക് എന്തോ ആണ്. ബ്രാൻഡ് ന്യൂ എഞ്ചിനാണ് ഫ്രം സ്ക്രാച്ച്. അതാണ് പലരുടെ ഒരു കൺസേൺ. പുതിയ എഞ്ചിനായതുകൊണ്ട് ബട്ട് പറഞ്ഞ പോലെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ അപാരം കേട്ടോ. ആ ഒരു RR310 RTR310 ആ ലെവലിൽ തന്നെ ഉണ്ട്. എവറിത്തിങ് ലുക്ക് വെൽ പുട്ട് ടുഗദർ. നല്ല പ്രീമിയം ഫിനിഷായിട്ട് തന്നെ തോന്നുന്നുണ്ട്. കീ ഉണ്ടോ? ഇല്ലല്ലേ.